ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദ റെവല്യൂഷൻ ഓഫ് ദി ലിബറൽസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ടിൽ നിർത്തിയതാണ്. ആൻഡ് ഇന്ന് നമ്മൾ എന്തായാലും കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1848 നടന്ന ലിബറൽസിൻ്റെ റെവല്യൂഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പുവർ, അൺഎംപ്ലോയിഡ് ആൻഡ് സ്റ്റാവിങ് ആയിട്ടുള്ള പെസൻസിനെയും വർക്കേഴ്സിനെയും ഒക്കെ ഒരുപാട് റിവോൾട്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്നുള്ള ഒരു ടോപ്പിക്കിലൊക്കെ അങ്ങനെ ഒരുപാട് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് യൂറോപ്പിൽ നടക്കുന്ന അതേ ഒരു സാഹചര്യത്തിൽ ഇതേ വർഷം 1848 ലിബറൽസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു റെവല്യൂഷൻ അവിടെ നടക്കുന്നുണ്ടായി. എന്തൊക്കെയാണ് ഫ്രാൻസിൽ നടന്നത് നമുക്കറിയാം. അവിടെ ദ അബ്ഡിഗേഷൻ ഓഫ് മൊണാർക്ക് ഉണ്ട്, പിന്നെ റിപ്പബ്ലിക് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ മെയിൽ സഫ്രേജ്, അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ ഫ്രാൻസിൽ വന്നു. അപ്പോൾ ഇൻ അതർ പാർട്സ് ഓഫ് യൂറോപ്പ് വെർ ഇൻഡിപെൻഡൻറ്റ് നേഷൻ സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് യെറ്റ് എക്സിസ്റ്റ് സച്ച് ആസ് ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ, ഇവിടെയൊക്കെ ഇതുവരെ നേഷൻ സ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അവിടുത്തെ മെൻ ആൻഡ് വിമൻ ഒക്കെ ഓഫ് ലിബറൽ മിഡിൽ ക്ലാസ്സസ് ദേ കമ്പൈൻ ദി ഡിമാൻഡ്സ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണലിസം വിത്ത് നാഷണൽ യൂണിഫിക്കേഷൻ. അതായത് ഇതുവരെയും നേഷൻ സ്റ്റേറ്റ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാത്ത പല രാജ്യങ്ങളും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവർ കോൺസ്റ്റിറ്റ്യൂഷണലിസം വിത്ത് നാഷണൽ യൂണിഫിക്കേഷൻ എന്ന ഡിമാൻഡ്സിനെ കൂടുതൽ പുഷ് ചെയ്യാൻ തുടങ്ങി. അതായത് അവരുടെ ഡിമാൻഡ്സ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണലിസവും അതേപോലെ തന്നെ നാഷണൽ യൂണിഫിക്കേഷനും. അപ്പോൾ ഇതിനെ അവർ കമ്പൈൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് അവർ പുഷ് ചെയ്യാൻ തുടങ്ങി ഇതേ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ ഈ ഒരു ഗ്രോയിങ് പോപ്പുലർ അൺറസ്റ്റ്, ഈ ഒരു ഓൾറെഡി ഉള്ള ഒരു സിറ്റുവേഷൻ അവർ മുതലെടുത്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവർ അവരുടെ കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനെ നല്ലോണം പുഷ് ചെയ്താൽ അവർക്ക് അവരുടെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു റെവല്യൂഷൻ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഡിമാൻഡ്സിൽ പെട്ടതായിരുന്നു ക്രിയേഷൻ ഓഫ് എ നേഷൻ സ്റ്റേറ്റ് ഓൺ പാർലമെൻ്ററി പ്രിൻസിപ്പിൾസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രീഡം ഓഫ് പ്രസ് ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഒക്കെ. അങ്ങനെ ജർമ്മൻ റീജിയൻസിൽ ലാർജ് നമ്പർ ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് എന്ത് ചെയ്യാണ്, സിറ്റി ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ അവർ ഒരു ഓൾ ജർമ്മൻ നേഷണൽ അസംബ്ലി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ ക്ലാസ് പ്രൊഫഷണൽസ്, ബിസിനസ്മെൻ, പ്രോസ്പെറസ് ആർട്ടിസൻസ് പോലത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട് അവിടെ ജോയിൻ ചെയ്യാണ് ഒരു ഓൾ ജർമ്മൻ നാഷണൽ അസംബ്ലി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 18 മെയ് 1848 ഒരു ഫെസ്റ്റീവ് ആയിട്ടുള്ളൊരു ഇവൻ്റ് അവിടെ നടക്കുകയാണ്. ഈ ഒരു ഓൾ ജർമ്മൻ നാഷണൽ അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്തിട്ട് 831 ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടാവാണ്. അവരുടെ ഒരു ഫെസ്റ്റ് പ്രൊസഷനിൽ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഒരു ഫെസ്റ്റ് പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാണാനൊക്കെ ഒരു ഭംഗിയുള്ള രീതിയിൽ 831 ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ അവരവരുടേതായ അധികാരങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിലേക്ക് മാറാണ്, അവിടേക്ക് നീങ്ങാണ്. കൺവീൻ ഇൻ ദ ചർച്ച് ഓഫ് സെയിൻറ്റ് പോൾ, അതായത് ചർച്ച് ഓഫ് സെയിൻറ്റ് പോൾ ആണ് അവിടെ ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് ആയി മാറിയത്. അവിടെയാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. അങ്ങനെ അവിടെ ആ ഒരു ഇവന്റിൽ അവർ ഈ ഒരു അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ ഒരു മൊണാർക്ക് വർക്ക് ചെയ്യാണ്. മൊണാർക്ക് അവിടെ ഒരു കൺട്രിയിൽ ഉണ്ടെങ്കിലും ആ ഒരു മൊണാർക്കിനും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ അബൈഡ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മസ്റ്റാണ്. ഒരു മൊണാർക്കി, സാധാ മൊണാർക്കിയൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ മൊണാർക്കി പറയുന്നതായിരിക്കും ഫൈനൽ വേർഡ്. പക്ഷേ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിൻ്റെ അണ്ടറിൽ ഈ ഒരു മൊണാർക്കിന് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു അസംബ്ലി ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കീഴിൽ ഒരു മൊണാർക്കിന് ആവശ്യമാണല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്രൗൺ ഓഫർ ചെയ്യുന്നത് പ്രഷ്യൻ കിങ് ആയിട്ടുള്ള ഫ്രെഡറിക് വില്യം ഫോറൻ ആണ്, കിങ് ഓഫ് പ്രഷ്യ. പക്ഷെ ഇദ്ദേഹം ഈ ഒരു ഓഫറിനെ റിജക്റ്റ് ചെയ്തു. അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഈ ഒരു ഓഫറിനെ റിജക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അയാൾ ഈ ഒരു അസംബ്ലിനെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു അസംബ്ലിനെ ഒപ്പോസ് ചെയ്യുന്ന മറ്റാൾക്കാരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഈ ഒരു ഓഫർ ഡിക്ലൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരെ ഒപ്പോസ് ചെയ്യുകയും കൂടി ചെയ്യാണ്. ഹി റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ജോയിൻഡ് അതർ മൊണാർക്സ് ടു ഒപ്പോസ് ദി ഇലക്റ്റഡ് അസംബ്ലി. മനസ്സിലായല്ലോ. അപ്പോൾ അരിസ്റ്റോക്രസി, മിലിറ്ററി ഒക്കെ ഒരുപാട് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഒപ്പോസിഷനൊക്കെ വളരെയധികം സ്ട്രോങ്ങർ ആവാൻ തുടങ്ങിയപ്പോൾ ഈ പാർലമെന്റിന്റെ സോഷ്യൽ ബേസിസ് എന്തായി, ഇറോഡ് ആവാൻ തുടങ്ങി. പാർലമെന്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി.
പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പാർലമെന്റിനെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള അപ്പർ ആ ഒരു രീതിയിൽ വരുന്ന മിഡിൽ ക്ലാസ്സസ് ആയിരുന്നു. ആൻഡ് ദോസ് ഹു റെസിസ്റ്റഡ് ദ ഡിമാൻഡ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ആർട്ടിസൻസ്. അതായത് ഈ ഒരു പാർലമെന്റിൽ തന്നെ താഴെ ഉള്ള ആൾക്കാർ, അധികം റിച്ച് അല്ലാത്ത കുറച്ചൊക്കെ പുവർ ആയിട്ടുള്ള ഈ വർക്കേഴ്സ് ആർട്ടിസൻസ് പോലത്തെ ആൾക്കാരുടെ ഡിമാൻഡ്സിനെ തള്ളിക്കളയുന്ന ആൾക്കാരായിരുന്നു കൂടുതലും ഈ ഒരു പാർലമെന്റിനെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പാർലമെന്റിൽ തന്നെ ഒരു ഇന്റേണൽ ഡെമോക്രസി ഇല്ല, അതിലുള്ള മെമ്പേഴ്സ് തമ്മിൽ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ആയപ്പോൾ ഇൻ ദ എൻഡ് ട്രൂപ്സ് വർ കോൾഡ് ഇൻ ആൻഡ് അസംബ്ലി വാസ് ഫോഴ്സ്ഡ് ടു ഡിസ്ബാൻഡ്. കാരണം ഉള്ളിലും പ്രശ്നങ്ങൾ, പുറത്തുനിന്നും അപ്പോസിഷൻ, ആകെ കൂടെ പാർലമെന്റ് ആകെ തകർന്നു മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വിമൻസ് നാഷണൽ സ്ട്രഗിൾസ് ആണ്. ഈ ഒരു കാലഘട്ടങ്ങളിൽ വിമൻ നടത്തിയ പല മൂവ്മെന്റിനെ കുറിച്ചിട്ടും അവരുടെ റോളിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ, അടുത്ത ഈ ഒരു പാരഗ്രാഫിൽ പറയാൻ പോകുന്നത്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും വിമണിന് അധികം റോളൊന്നും ഉണ്ടായിരുന്നില്ല, എസ്പെഷ്യലി പൊളിറ്റിക്കൽ അറേനയിലൊക്കെ. ഇഷ്യൂ ഓഫ് എക്സ്റ്റെൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു വിമൻ വാസ് എ കോൺട്രവേഴ്ഷ്യൽ വൺ ഈവൻ വിത്തിൻ ദ ലിബറൽ മൂവ്മെന്റ്. ലിബറൽ മൂവ്മെന്റിന്റെ ഉള്ളിലും അങ്ങനെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് വിമൻ അവർ ആക്റ്റീവ്ലി ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളിലും. എങ്കിലും കൂടി അവർക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇഷ്യൂ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ തന്നെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ വിമന്റെ റോളിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ദേ ഹാഡ് ഫോംഡ് ദെയർ ഓൺ പൊളിറ്റിക്കൽ അസോസിയേഷൻസ്, ഫൗണ്ടഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ടേക്കൺ പാർട്ട് ഇൻ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേ വർ ഡിനൈഡ് സഫ്രേജ് റൈറ്റ്സ്. സഫ്രേജ് റൈറ്റ്സ് എന്താന്ന് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വോട്ടിംഗ് റൈറ്റ്സിനെയാണ് സഫ്രേജ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസംബ്ലി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ഷനിൽ പോലും അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഡിനൈഡ് ആയിരുന്നു. വിമന് എപ്പോഴും വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മെന്നൊക്കെ അവിടെ വോട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വിമൻ വർ ഡിനൈഡ് ദ വോട്ടിംഗ് റൈറ്റ്സ്. ആൻഡ് ഈ ഒരു ഇവന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, 18 മെയ് 1848 അവിടെ നടന്ന ഒരു ഹിസ്റ്റോറിക് ഒക്കേഷൻ, ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് കൺവീൻ ചെയ്യുന്ന ആ ഒരു ഇവന്റ്, 831 ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് അവരുടെ പൊസിഷൻ എടുക്കാൻ വേണ്ടി അവിടെ എത്തുന്നതും, ഈ ഒരു ഇവന്റിൽ പോലും വിമൻ വർ ഓൺലി അഡ്മിറ്റഡ് ആസ് ഒബ്സർവേഴ്സ് ഇൻ ദ വിസിറ്റേഴ്സ് ഗാലറി. അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒബ്സർവേഴ്സ് ആയിട്ട് അവരെ വിസിറ്റേഴ്സ് ഗാലറിയിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ മുകളിൽ കാണുന്ന ഈ ഒരു പിക്ചർ, ഇതാ ഒരു ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റിന്റെ പോർട്രേറ്റ് ആണ്. അത് ആ ഒരു ഹിസ്റ്റോറിക് ഇവന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അപ്പർ ലെഫ്റ്റ് ഗാലറിയിൽ നമുക്ക് കാണാൻ പറ്റും വിമൻ ഇവിടെ ഉണ്ട്. ദേ ആർ ഓൺലി അഡ്മിറ്റഡ് ആസ് വിസിറ്റേഴ്സ് ഇൻ ദ ഗാലറി. ഓക്കെ, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഈ ഒരു ആർമി ഡിസ്ബാൻഡ് ചെയ്തതിന് ശേഷം ഉണ്ടായ അവിടുത്തെ ഒരു ഇമ്പാക്റ്റ് ആണ്. Though conservative forces were able to suppress the liberal movements in 1848, they could not restore the old order. അതായത് ഈ ഒരു മൂവ്മെന്റിനെ അവർക്ക് സപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു 1848 എങ്കിൽ കൂടിയും ആ ഒരു പഴയ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, ആ ഒരു രീതിയിലേക്ക് പിന്നെയും കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും ഈ മൊണാർക്സിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെന്റിന് അവിടെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവിടെ അത് ഫെയിലർ ആയി എങ്കിൽ കൂടിയും അതിനെന്തോ ഒരു ഇമ്പാക്റ്റ് അവിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മൂവ്മെന്റ്സ്, ഒരുപാട് റിവോൾട്ട്സ് ഇങ്ങനെ നടക്കുമ്പോൾ ഈ മൊണാർക്സ് ഒക്കെ they began to realize that these cycles of revolution and repression could only be ended by granting concession to the liberal nationalist monarchies. Liberal nationalist revolutionaries, monarchies അല്ല. അപ്പോൾ ഇവർക്ക് കുറച്ച് താന്ന് കൊടുത്തിട്ടില്ല, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ കയ്യിൽ നിന്നും പവർ പോകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങളെന്ന് ഈ മൊണാർക്സ് റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ഓൾറെഡി വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ വന്ന മാറ്റങ്ങൾ അവർ ഈ ഒരു 1848 ശേഷമുള്ള ഇയേഴ്സിൽ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പിലേക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സർഫ്ഡം ആൻഡ് ബോണ്ടഡ് ലേബർ ഹാബ്സ്ബർഗ് ഡൊമിനിയൻസിലും റഷ്യയിലും ഒക്കെ അബോളിഷ് ചെയ്തതും. അതേപോലെ തന്നെ ഹാബ്സ്ബർഗ് റൂളേഴ്സ് ഹംഗേറിയൻസിന് 1867 മോർ അറ്റോണമി ഗ്രാൻഡ് ചെയ്തതും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. പിന്നെ സൈഡിൽ തന്നിട്ടുള്ള ബോക്സസ് ഒരിക്കലും വിടരുത് എന്ന് ഞാൻ പറയുന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡിലുള്ള ഈ ഒരു ഐഡിയോളജി എന്നുള്ള വേർഡ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഐഡിയാസ് റിഫ്ലക്റ്റിംഗ് എ പർട്ടിക്കുലർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വിഷൻ. ഐഡിയോളജി എന്ന് പറയുന്നത് അത് ഒരു സിസ്റ്റം ഓഫ് ഐഡിയാസിനെയാണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള
ഒരു കാര്യത്തിനെ കുറിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഐഡിയാസിനെ, അത് എന്തിനെങ്കിലും കുറിച്ചാവാം, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഐഡിയാസിനെയാണ് ഐഡിയോളജി എന്ന് പറയാം. എന്താണ്, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പിന്നെ ഈ ഒരു പിക്ചർ ഒരിക്കലും വിടാൻ പാടില്ല. ഇതാണ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ്, ഇതെന്താണ്, എന്ത് ഇവന്റ് ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചേക്കാം. ഓക്കെ. പിന്നെ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നതാണ് ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി ഫോർ വുമൻ ടു ബി ഡിഫൈൻഡ്. ഇത് ആക്ച്വലി കാൾ വെൽക്കർ എന്ന് പറയുന്ന ഒരു ലിബറൽ പൊളിറ്റീഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ അയാൾ ആരാണ്, അയാളുടെ കുറച്ച് വ്യൂസ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഞാനൊരു ഐഡിയ തരാം. ഈ കാൾ വെൽക്കർ എന്ന് പറയുന്നത് ഫെമിനിസത്തിന് എതിരെ ആയിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വിമൺ ഇങ്ങനെ പൊങ്ങുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ മെൻ ആൻഡ് വിമൻ വേർ മെയ്ഡ് ഡിഫറെൻ്റ്ലി, സോ ദേ വേർ ടു ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. അതായത് മെന്നിനെയും വിമനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേച്ചർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതും ഡിഫറെൻ്റ് ആയിട്ടാണ്, അവർക്ക് ഇക്വാലിറ്റി വേണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാൾ വെൽക്കർ പറഞ്ഞു പോകുന്നത്. ഒരു ലിബറൽ പൊളിറ്റീഷ്യനാണ്. പിന്നെ ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റിലെ ഒരു മെമ്പറും കൂടി ആയിരുന്നു, ഒരു എലക്റ്റഡ് മെമ്പർ കൂടി ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ 4th യൂണിറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇത് നല്ല രസകരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ജർമ്മൻ യൂണിഫിക്കേഷൻ, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ, പിന്നെ ബ്രിട്ടനിലെ യൂണിഫിക്കേഷൻ, ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് നമ്മൾ അടുത്ത യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.